കീളമ്പാക്കം എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി നടക്കുകയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ സമയം ഏകദേശം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനുവേണ്ടി കഴിഞ്ഞ തവണ വന്നപ്പോൾ കയറിയ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കഴിച്ച നെയ് റോസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇപ്രാവശ്യവും അവിടെ തന്നെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഓർമ്മയില്ലാത്തത് കൊണ്ട് ആരോടും ചോദിച്ച് പോകാൻ കഴിയുന്നില്ല. ഏകദേശം ആ സ്ഥലം ഓർമ്മയുണ്ട്, അതുപോലെ ആ റെസ്റ്റോറൻറ്റും കണ്ടാലറിയാം. ഇവിടെ ചെറുതും വലുതുമായ ധാരാളം റെസ്റ്റോറൻറ്റുകൾ കാണുന്നുണ്ട്. ഏകദേശം ആ റെസ്റ്റോറൻറ്റ് എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയ റെസ്റ്റോറൻറ്റ്. പേര് തമിഴിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. നേരെ അകത്തേക്ക് കയറി ഒന്ന് ഫ്രഷാകുന്നതിന് വേണ്ടി വാഷ്റൂം അന്വേഷിച്ച് അവിടേക്ക് നടന്നു. വലിയ തിരക്കൊന്നും കാണുന്നില്ല. ധാരാളം ടേബിളുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ഒന്നിൽ ചെന്നിരുന്നു. വെയിറ്റർ വരുന്നതും കാത്തിരിക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള റെസ്റ്റോറൻ്റാണ്. ആളുകൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. കുറേ നേരമായിട്ടും ആരും വരുന്നില്ല. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സെൽഫ് സർവീസ് ആണെന്ന്. ആദ്യം കൗണ്ടറിൽ പോയി പണമടച്ച് ബിൽ വാങ്ങി നമ്മൾ വാങ്ങിക്കൊണ്ടുവരണം. അവിടെ തോന്നുന്നു ആ ഭാഗത്ത് നല്ല നല്ല അടിപൊളി നെയ് റോസ്റ്റ്. നല്ല ടേസ്റ്റുണ്ട്. ധാരാളം നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വന്നൊക്കെ കഴിക്കുമ്പോഴാണ് നെയ് റോസ്റ്റിന് നെയ്യിൻ്റെ രുചിയും മണവും ലഭിക്കുന്നത്. ചായയ്ക്ക് വേണ്ടി വേറെ ഒരു കൗണ്ടറിൽ പോയി പണമടച്ച് ബിൽ വാങ്ങണം. എല്ലാം അഡ്വാൻസ് പേയ്മെൻ്റാണ്. ഇവിടുത്തെ ചായക്കും കോഫിക്കും ഒരു പ്രത്യേക രുചിയാണ്. ഞാൻ ഒരു ചായയും ഒരു കോഫിയും ഓർഡർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി. നല്ല തിരക്ക് തുടങ്ങിയിരിക്കുന്നു. ഇനി പോകേണ്ടത് കീളമ്പാക്കം ന്യൂ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഹോട്ടലിൽ നിന്നും ഏകദേശം 10 മിനിറ്റിൻ്റെ ദൂരമുണ്ട്. നഗരത്തിലൂടെ നടന്നാൽ ഒട്ടും ബോറടിക്കാറില്ലല്ലോ. അവിടെ ക്രോസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് കീളമ്പാക്കം ന്യൂ ബസ് സ്റ്റാൻഡ്. കലൈനർ സെൻറ്റിനറി ബസ് ടെർമിനസ് KCBT എന്നാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. ചെന്നൈ ട്രിച്ചി നാഷണൽ ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈ നഗരത്തിലെ ട്രാഫിക് കുറയ്ക്കുന്നതിന് വേണ്ടി 2023 അവസാനത്തിലാണ് ഈ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കണ്ടാൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് എന്നാണ് തോന്നുക. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. വിശാലമായ എയർ കണ്ടീഷൻഡ് വെയിറ്റിംഗ് ഹാൾ, മെഡിക്കൽ സെൻറ്റർ, നഴ്സിംഗ് റൂം, ബസ്, കാർ,
ടൂ വീലർ മുതലായവ പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയ, ATM, ക്ലോക്ക് റൂം, ഡോർമെട്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും കേരളത്തിലും ഇതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒന്ന് കാണുന്നത്. മുഴുവനായി ഒന്ന് ചുറ്റി നടന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. 90 ഏക്കറിലായി പരന്നുകിടക്കുന്ന വിശാലമായ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്. കുറേയധികം ഫുഡ് കോർട്ടുകളും ജ്യൂസ് പാർലറുകളും ഷോപ്പുകളും ഇവിടെയുണ്ട്. ധാരാളം സിറ്റി സർവീസ് ബസ്സുകളും സംസ്ഥാനത്തിനകത്തും പുറത്തേക്കുമുള്ള ബസ് സർവീസുകളും ഇവിടെ നിന്നും പുറപ്പെടുന്നു. അവയെ പല പല സെക്ഷനുകളായി തിരിച്ചിരിക്കുന്നു. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും ഈ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നു. ചെന്നൈ ബീച്ച്, ചെന്നൈ സെൻട്രൽ എന്നിവിടങ്ങളിലേക്ക് ഇവിടെ നിന്നും 35-40 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. நடைமேடை எண் 7 இருந்து திருவண்ணாமலை, செஞ்சி, போரூர், வந்தவாசி, செங்கம் பேருந்துகள். பேருந்துகள். பொங்கல் சிறப்பு இயக்கத்தை முன்னிட்டு தற்போது 9:01 മുതൽ 14:01. ബസ് സ്റ്റാൻഡ് മുഴുവനായി ചുറ്റി നടന്ന് കണ്ടപ്പോഴേക്കും നന്നായി ക്ഷീണിച്ചിരുന്നു. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. മെയിൻ റോഡിലേക്ക് പോകുന്നതിനായി സ്റ്റാൻഡിനകത്ത് നിന്നും ഫ്രീ ഷട്ടിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് കാറിൽ കയറി. പ്രധാന പാതയ്ക്ക് 50 മീറ്റർ പിറകിലായി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. ഇനി കുറച്ചു നേരം നടക്കണം.